ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നാട്ടിലേരി ഇരിക്കുകയായിരുന്നു ജിൻഡോയും അതോടൊപ്പം തന്നെ നിഷാരയും രതീഷും. അവിടെ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഇരിക്കുകയായിരുന്നു ശ്രീതുവോട് ഇരിക്കുമ്പോൾ ജിൻഡോ പറയുന്നുണ്ട്, നീ പോകുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല, മനസ്സിൽ തട്ടി പറയുകയാണ്, നീ ഇവിടെ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചു, ആ ഒരു പോക്ക് എന്നെ വല്ലാണ്ട് ഫീൽ ചെയ്യിപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. രതീഷും പറയുന്നുണ്ട്, നീ ഇപ്പോൾ പോകേണ്ട ആളല്ല, എന്തോ നിനക്ക് പറ്റിയേ എന്ന രീതിയിൽ ചോദിക്കുന്നുണ്ട്. ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വളരെ കൃത്യമായിട്ട് ജിൻഡോയ്ക്കും രതീഷിനും അറിയാം. അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അവിടെ കണ്ടോ അർജുനോടുള്ള ഒരു ദേഷ്യം അവിടെ മുഖത്തുണ്ട് എന്ന്. അതായത് ശ്രീതുവിൻ്റെ മുഖത്ത് അർജുനോടുള്ള ഒരു ദേഷ്യമുണ്ട് എന്നും, എന്നിട്ടും ആ ദേഷ്യം കാണിക്കാത്ത രീതിയിലാണ് ശ്രീതു പെരുമാറുന്നതെന്ന് അവിടെ വളരെ വ്യക്തമായിട്ട് അവർക്ക് മനസ്സിലായി കാര്യങ്ങൾ. കാരണം ശ്രീതു ഇപ്പോൾ പോകേണ്ട ആളല്ല എന്നും, ശ്രീതു വെളിയിൽ പോയതിന് ശേഷം അമ്മയെ വിളിച്ചപ്പോഴും അമ്മ പറഞ്ഞു കാണും ഇതുപോലെ, അല്ലെങ്കിൽ വെളിയിൽ പോയ ക്ലിപ്സുകളൊക്കെ കണ്ടപ്പോഴോ കൂട്ടുകാരികൾ പറഞ്ഞപ്പോഴോ മനസ്സിലായിട്ടുണ്ടാവും നിന്നെ അതായത് അർജുൻ നിന്നെ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കിയിട്ടുണ്ടാവാം. അതുകൊണ്ടായിരിക്കാം ആ ശ്രീതുവിന് വലിയ രീതിയിലുള്ള വിഷമം ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് റൂമിൽ ഇരിക്കുമ്പോഴും പറയുന്നുണ്ട്, നീ പോകാനുള്ള കാരണം എന്താണെന്ന് നിനക്കറിയാമോ എന്ന് ചോദിക്കുമ്പം ശ്രീതു പറയുന്നു, പല കാരണങ്ങളുണ്ട്, അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ അറിയാം, എനിക്കറിയാമെന്ന് പറയുന്നുണ്ട്. കാരണം ശ്രീതു മനസ്സിലാക്കിയിട്ടുണ്ട് കാര്യങ്ങൾ. ജിൻഡോ അത് നെക്സ്റ്റ് റൂമിൽ വെച്ച് കൃത്യമായി ചോദിക്കുന്ന സമയത്ത് അർജുൻ്റെ മുമ്പിൽ വെച്ചാണ് ചോദിക്കുന്നത്, നീ ഇപ്പോൾ പോകേണ്ട ആളല്ല, പോകാനുള്ള കാരണം എന്തെന്ന് നിനക്കറിയാമോ എന്ന് അർജുൻ്റെ മുമ്പിൽ വെച്ച് തന്നെ ചോദിക്കുന്നുണ്ട്. കാരണം അവർക്ക് മനസ്സിലായി അർജുൻ കാരണമാണ് പോയെന്നുള്ള കാര്യം. അത് അർജുൻ ശ്രീതുവിനെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഒത്തിരി വെളുപ്പിക്കലൊക്കെ നടത്തുന്നുണ്ട്. അവിടെ എന്നെ നീ നോക്കിയതിനും മൂട്ടിയതിനും ഒക്കെ നന്ദി, നല്ല ഫ്രണ്ടായിരുന്നു, ഇവിടെ ഉള്ളതിലൊക്കെ നല്ല ബെസ്റ്റ് വുമൺ ആണ് എന്ന രീതിയിലൊക്കെ ശ്രീതുവിനെ പൊക്കി അർജുൻ പറയുന്നുമുണ്ട്. അപ്പോൾ ശ്രീതു അവിടെ നിന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് മൂളി കേൾക്കുന്നുമുണ്ട്. ഇവിടെ അർജുൻ കളിച്ചത് ഈ ശ്രീതുവിനെ വെച്ചൊരു ഗെയിമാണ്. ഇത് മുമ്പേ ജിൻഡോ പറഞ്ഞു കൊടുത്തതാണ്. അതായത് ഗാർഡൻ ഏരിയ വെച്ച് ശ്രീതുവിനോട് അമ്മ വന്ന് പറഞ്ഞു കൊടുത്തതാണ്, മോളെ നേരത്തെ നീ കിടക്കണേ, നീ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇവരുടെ കൂട്ടും കൂടി ഇരിക്കല്ലേ എന്നൊക്കെ. എന്നിട്ട് പോലും ശ്രീതു അതൊക്കെ മനസ്സിലാക്കിയില്ല. ഇപ്പൊ ശ്രീതു വെളിയിൽ പോയപ്പോഴാണ് ശ്രീതുവിന് കാര്യം മനസ്സിലായത്. ഇപ്പൊ വന്നിട്ട് വിഷമിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ജിൻഡോ വളരെ വ്യക്തമായിട്ട് അറിഞ്ഞ കാര്യമാണ്. ജിൻഡോയ്ക്കും അതോടൊപ്പം തന്നെ അവിടെയുള്ള മത്സരാർത്ഥിയായ അൻസിബയ്ക്കും ഋഷിക്കും ഒക്കെ അറിയാൻ കാര്യങ്ങൾ, രതീഷിനും അറിയാൻ കാര്യങ്ങൾ. അതേ അത്ര അവർ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. ഇത്രയേ ഉള്ളൂ. അർജുന് ജയിക്കാൻ വേണ്ടി വെട്ടി ഓരോരോ സ്റ്റെപ്പായിട്ട് ഇട്ടോണ്ട് പോയി. അതുപോലെ തന്നെ അപ്സരെ ഇതുപോലെ തന്നെയായിരുന്നു. അപ്സരയെ ആ ഫ്രണ്ട് അതിൽപ്പെട്ടുപോയി. ഇതൊക്കെ എല്ലാവർക്കും അവിടെയുള്ള മത്സരാർത്ഥികൾ കുറച്ച് പേർക്കൊക്കെ അറിയാം. അത് തന്നെയാണ് ജിൻഡോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളതും. അത് എന്താണ് നിനക്ക് മനസ്സിലായോ എന്ന് ചോദിക്കുന്നുണ്ട്. നീ പുറത്തു പോകാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അത് കൃത്യമായിട്ട് എനിക്കറിയാം ജിൻഡോ ചേട്ടാ എന്ന് ശ്രീതു പറയുന്നുമുണ്ട്. അതാണ് പറഞ്ഞത്, എന്ത് കാര്യവും വെളിയിൽ ഇറങ്ങുമ്പോൾ മാത്രമേ മനസ്സിലാവത്തുള്ളൂ. കൂടെ നിൽക്കുമ്പോൾ അവർ ഏതാണ്ട് അങ്ങ് വലിയ ആൾക്കാരാണെന്ന് ചിന്തിച്ചിരുന്നു പോകും. പക്ഷേ സംഭവിക്കുന്നതെന്ന് വെളിയിൽ ഇറങ്ങിയാൽ മാത്രമല്ല അറിയാൻ പറ്റും. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ല. അടുത്ത വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും